ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു കാര്യം കാണിച്ചു തരാം. എൻ്റെ കുട്ടിക്കാലത്ത് നിന്ന് മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ തന്നെ വായിക്കുക, നമ്മൾ തന്നെ എഴുതുക, അങ്ങനെയൊക്കെയാണല്ലേ. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നല്ല രീതിയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ലപോലെ എന്താ പറയുക, വളരെ നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു സംഭവം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഡിങ് പെന്നാണ് കേട്ടോ. ഇവിടെ ചെക്ക് റിപ്പബ്ലിക്കിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഏറ്റവും ഫേസ് ചെയ്തൊരു പ്രോബ്ലമാണ് നമുക്ക് ലാംഗ്വേജ് ഇല്ലാത്തത്. എവിടേക്ക് ഇറങ്ങിയാലും നമ്മൾക്ക് അധികമൊന്നും സംസാരിക്കാനില്ല, നമ്മളിങ്ങനെ മിണ്ടാണ്ട് നിൽക്കുക, ആ ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പം ഏട്ടനെ അറിയാവുന്നത് കൊണ്ട് ഏട്ടൻ അങ്ങനെ സംസാരിക്കും, എന്നാൽ ഭയങ്കരമായിട്ടല്ല, കുറേശ്ശൊക്കെ അറിയുന്നതുകൊണ്ട് ആളങ്ങനെ സംസാരിക്കും. പക്ഷെ എനിക്ക് ഒട്ടും അറിയില്ല. നോർമൽ നമ്മൾ യൂഷ്വൽ വേർഡ്സ് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും മിണ്ടാണ്ട് നിൽക്കും. ഇവിടെ പിന്നെ ഇവർക്ക് ഒട്ടും അങ്ങനെ ഇംഗ്ലീഷ് അറിയില്ല. ഇപ്പോൾ വരുന്ന ജനറേഷൻസിന് മാത്രമാണ് കുറച്ചെങ്കിലും ഒരു ഇംഗ്ലീഷ് അറിയാവുന്നത്. അപ്പം അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. അല്ലാതെ നമുക്ക് വലിയൊരാളുടെ അടുത്ത് നമ്മൾ അല്ലെങ്കിൽ ഓഫീസിൽ പോയാലോ അങ്ങനെയൊന്നും പോയാൽ നമുക്ക് അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. കാരണം അവർ പറയാം ട്രാൻസ്ലേറ്ററിനെ കൂട്ടിക്കൊണ്ടുപോകും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ പതുക്കെ പഠിക്കേണ്ട കാര്യങ്ങൾ നോക്കി തുടങ്ങി. ഇപ്പം ഞാൻ 1 മണിക്കൂർ ക്ലാസ്സിന് പോകുന്നുണ്ട് ഇവിടെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പക്ഷെ അതുകൊണ്ടൊന്നും ഒന്നാവില്ല. ഞാൻ മോളേനെയും കൂട്ടി കൊണ്ടുപോകുന്നത്. അപ്പം കുറച്ച് ടൈം അവളുടെ കൂടെ പോകും, കുറച്ച് ടൈം ക്ലാസ്സിന് കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഒരു ലൈബ്രറിയിൽ രജിസ്റ്റർ ചെയ്തു. അപ്പം അത് കഴിഞ്ഞപ്പം നമുക്ക് അവിടുന്ന് ബുക്ക് എടുക്കാം. 1 മന്താണ് നമുക്ക് അവിടുന്ന് ബുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ ഇവിടെ വായിക്കാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കിട്ടിയൊരു ബുക്കാണ് റീഡിങ് പെൻ. ഇത് എത്രത്തോളം നമ്മുടെ എന്താ പറയുക പഠിപ്പ് യൂസ്ഫുൾ ആക്കുന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഞാനിത് വന്നിട്ട് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തുറന്നു നോക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കാം എന്നൊക്കെ. ഇതാണ് കേട്ടോ സംഭവം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയ വേറെ 2 ബുക്കാണ്. ഈ പേന വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ബുക്കാണ് കേട്ടോ ഇത്. എല്ലാ ബുക്കിലും നമുക്ക് ഈ പേന യൂസ് ചെയ്യാൻ പറ്റില്ല. പേന വെച്ച് ചെയ്യാൻ പറ്റുന്ന ബുക്കുകൾ ഇതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഞാൻ കണ്ടിരുന്നു. എനിക്ക് ആ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചോളോ, അത് കുറച്ച് യൂസ്ഫുൾ ആവും എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിലുള്ളൊരു ബുക്കാണ് ഇത്. പിന്നെ ഇതേ സംഭവം കണ്ട ഇങ്ങനെയാണ് വന്നേന്. ഒരു പേന, ഒരു പേന, ഒരു ചാർജർ, അതിൻ്റെ വയറ. ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ നമുക്കിത് ബുക്കിൽ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് വായിക്കാൻ പറ്റുക എന്നൊക്കെ നോക്കാട്ടെ നമുക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പേന വരുന്നത്. നമുക്ക് കിട്ടിയ 2 ചാർജറാണ്. അതിൽ ഇത് കണ്ടോ, ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഓണാക്കാനുള്ളത് കേട്ടോ. നമുക്ക് ഓണാക്കി നോക്കാം. ഇത് കണ്ടോ, ഓണാക്കിയിട്ട് ഇതിൻ്റെ ഇവിടെ ഓൺ ചെയ്യുന്ന ബട്ടണുണ്ട്. അപ്പം ഇതുമ്പോൾ നമുക്ക് ഇതാക്കണം. ഇതിനെപ്പറ്റി എന്താണ് കേട്ടോ പറഞ്ഞത്, എനിക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. നമുക്കിത് ഫ്രോഗിനെ നോക്കാട്ടോ. നമുക്ക് ഇതൊക്കെ പറഞ്ഞു സംഭവം കൊള്ളാട്ടോ. പക്ഷേ നമ്മൾ പഠിച്ചു വരുമ്പോൾ അതൊരു 100 നൂറ്റാണ്ടാവും. മരംകൊത്തി ഉണ്ട് ഇവിടെ, നമുക്ക് മരംകൊത്തിനെ നോക്കാം. വെൽക്കി എന്ന് പറഞ്ഞാൽ വലുതാണ് കേട്ടോ, അത് മാത്രം മനസ്സിലായി എനിക്ക്. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ അതിനെക്കുറിച്ചുള്ള കഥയാണ് പറയുന്നത്. നമുക്കത് കേട്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല.
സെബ്ര കണ്ടോ, സീബ്രേനെ സെബ്ര എന്നൊന്ന് പറയാം. ഇതാണ്ട് എനിക്ക് ചെക്കിൽ അങ്ങനെ ഒന്നും അറിയില്ല, നമുക്ക് ഒന്ന് അനിമൽസിനായാലും എന്താ പറയാന്നൊന്നും അറിയില്ല. ഇവിടെ പക്ഷേ ഇത് നമുക്ക് എഴുതിയതായാലും പറ്റും തോന്നുന്നു കേട്ടോ. നോക്കി നോക്കാം. Savana. Africké savany jsou tropická území, kde se střídá období sucha a období dešťů. Žije zde hodně druhů zvířat, především kopytníků. Ale když přijde období sucha, musí se tato zvířata. Savana. ഇതൊക്കെ സവാന. Savany jsou tropická. Baobab. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. സംഭവം അടിപൊളിയാണ്. അത് കണ്ടോ, ഈ പെന്ന് നമ്മളിങ്ങനെ വെച്ചാൽ മതി, എല്ലാതും നമുക്ക് ഇതാക്കാൻ പറ്റൂട്ടോ. അത് എനിമൽസിൻ്റെയും പാമ്പിന് എന്താ പറയുക നോക്കാം. അപ്പം അടിപൊളി. ഇത് നമ്മൾ ഒക്കെ സെറ്റാണ് പഠിക്കാനും കാര്യങ്ങൾക്കും. പക്ഷേ നമ്മളിത് പഠിച്ച് വരണം, എന്നും ഡെയിലി പ്രാക്ടീസ് ചെയ്താലാണ് നമുക്കിതൊക്കെ സെറ്റാവുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ അവർ ഇത് യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് തന്നായിരുന്നു കേട്ടോ. ഇതിലുണ്ട് വിൻ്ററിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇത് നോക്കിയാൽ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടോ. നമുക്ക് നോക്കാം. Naše příroda je na vodní plochy velice rozmanitá. Velké množství živočichů. പിന്നെ കിട്ടിയൊരു ബുക്കാണ് കേട്ടോ. അതെ, ഈ ബുക്ക് ഇതിൽ നോക്കാം നമുക്ക്. Častými obyvateli vod jsou malí bez. അതിൽ ഇല്ല കേട്ടോ, അതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അത് ഇതിൽ കോഡും കാര്യങ്ങളും ഉണ്ട്, ഉള്ളതിലാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ വർക്കായില്ല. പക്ഷെ നമുക്ക് ഇതിലെല്ലാം ഇങ്ങനെ വർക്കൗട്ട് ആവേ. Borovice limba, hory, vysokotetřev hlušec, káně rousná, kachna divoká. അതിൻ്റെ സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. സംഭവം എന്തായാലും കൊള്ളാട്ടോ, അടിപൊളിയാണ്. പിന്നെ ഇത് ഓഫ് ചെയ്യണമെങ്കിലും നീ കണ്ടോ, ഇത് ഓഫ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഓഫായിട്ടോ സംഭവം. അപ്പോൾ ദേ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. സംഭവം എന്തായാലും നല്ല യൂസ്ഫുള്ളാണ് പഠിക്കുന്നവർക്ക്. എന്തായാലും നമുക്ക് പക്ഷെ പഠിക്കണം, ടൈമിൻ്റെ ആണ് ഒരു ഇത്. പിന്നെ നമുക്ക് 30 ദിവസം വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിത് കൊണ്ട് കൊടുക്കണം. എനിക്കൊരു 25-ാം തീയതി ആ ഒരു ഇതൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടൈം വന്നേണത് കൊണ്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ചെക്ക് ലാംഗ്വേജ് പഠിക്കുന്നവരൊക്കെ ഇങ്ങനത്തെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇത് പക്ഷെ വാങ്ങിക്കാനായിട്ട് നല്ല പൈസ ഉണ്ട്. അവിടെ ചോദിച്ചപ്പം 3000 ആ ഒരു എമൗണ്ടൊക്കെ പറഞ്ഞത്. പക്ഷെ അല്ലാതെ പോസിബിൾ ആയൊരു വേ പറഞ്ഞത് നമ്മളവിടെ രജിസ്റ്റർ ചെയ്താൽ മതി ലൈബ്രറിയിൽ. അപ്പോൾ നമുക്ക് 30 ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. ഈ പേനയുള്ളതും ഇനി പേന വെച്ച് യൂസ് ചെയ്യാതെ വായിക്കാൻ അറിയുന്നവർക്ക് വായിക്കാനായിട്ടുള്ള ബുക്കും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏതായാലും 30 ദിവസത്തിനുള്ളിൽ നമ്മളവിടെ തിരിച്ചു കൊണ്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു 5 രൂപ വെച്ചിട്ടോ 5-10 ക്രോൺസ് വെച്ചിട്ടാണ് നമുക്ക് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ പഠിച്ച് കൊണ്ട് കൊടുത്ത് പിന്നെ വേറെ എടുക്കണമെങ്കിൽ എടുക്കാം. പേനയുള്ളത് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് ഇതിനൊരു ആപ്പും കൂടി ഉണ്ട്. ആപ്പല്ല, നമ്മളവിടെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മളത് ആ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ബുക്ക് എടുത്തിട്ട് എത്ര നാളായി എല്ലാം എന്നുവേണ്ട എല്ലാതും അതിലുണ്ട് കേട്ടോ. പൈസയുടെയും പിന്നെ ലൈബ്രറിയിൽ വരുന്ന ഇവൻ്റ് എല്ലാം ഉണ്ട് ഇവിടുത്തെ ലൈബ്രറിയിൽ. പിന്നെ നമുക്ക് പോയി ഇരുന്ന് എന്താ പറയുക, അവിടെ ഇരുന്ന് വായിക്കാൻ അതിപ്പോൾ എല്ലാ ലൈബ്രറിയിലും ഉണ്ട്. എന്നിരുന്നാലും ഇവിടെ കുറച്ചും കൂടി എനിക്കൊരു യൂസ്ഫുള്ളായൊരു ഇതായിട്ട് തോന്നി കേട്ടോ. അവിടെ ഇരുന്ന് വായിക്കാനും പിന്നെ അതെടുത്ത് കൊണ്ടുവരാനും എന്ത് വേണമെങ്കിലും ചെയ്യാനും നമുക്കിനി അവർ ഒന്നിനും ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടില്ല. പക്ഷെ കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മൾ എപ്പോഴത്തെയും പോലെ
കേടാക്കാതെയും ഒക്കെ കൊണ്ടു കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്നവർ ഇവിടെ A1 ഒക്കെ കുറേ പേര് എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ എടുത്തു കഴിഞ്ഞാൽ. നാട്ടിലും ഇത് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് ഫ്ലിപ്കാർട്ടിൽ നോക്കിയായിരുന്നു നാട്ടിൽ ഇത് കിട്ടുമോ എന്ന്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ സംഭവം ഇതുണ്ട്. പൈസയുടെ കാര്യം ഞാൻ അന്നും നോക്കിയൊന്നുമില്ല, അത്ര ഇതുണ്ടോ എന്ന് മാത്രം നോക്കിയുള്ളൂ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇനി നമ്മൾ വായിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, വായിക്കി എന്ന് പറഞ്ഞ കാര്യമില്ല. ഈ പാനി ഉണ്ടെങ്കിൽ വായിച്ചോളും, ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. എന്താ സുഖമല്ലേ, കാലം പോയൊരു പോക്ക്. പക്ഷെ നല്ലതാണ് കേട്ടോ, ഇതൊക്കെ വരുന്നത് നല്ലതാണ്. നമ്മുടെ പഠിപ്പിനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതെല്ലാം ഉപകാരപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ കുഞ്ഞിതും വലുതായിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.